വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ ന്യായവിധി മഴ പോലെ പെയ്യുമ്പോൾ നമ്മെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവം നമുക്കൊരു പുതിയ പ്രഭാതവും കൂടി ദാനമായിട്ട് തന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഈ പകലിൽ കർത്താവിൻ്റെ വരവുണ്ടാകുമോ അതോ നമ്മുടെ നിത്യതയായിരിക്കുമോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ അത് എന്തും ആയിക്കോട്ടെ, ഇന്നത്തെ പകൽക്കാലം നമുക്ക് തീരുമാനിക്കാം. നമുക്ക് ഈ ഭൂമിയിൽ തരുന്ന ആയുസ്സിൻ്റെ ദീർഘം എത്രയായാലും അത് ഒരു നിമിഷം പോലും പാഴാക്കാതെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമെന്ന് തീരുമാനിക്കാം. നമുക്ക് തീരുമാനമെടുക്കാം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറണം. ദിനംതോറും നമ്മൾ പുതുജീവൻ പ്രാപിക്കണം. പുതിയ ആത്മാവ് നമ്മൾ രൂപാന്തരപ്പെടണം. നമ്മിലുള്ള ആത്മീയ മനുഷ്യനെ നമ്മൾ പുതുക്കണം. ആത്മീയ കണ്ണു തുറക്കണം. ആത്മീയ മനുഷ്യനെ നാം പുതുബലത്തോടെ ഉണർത്തിയില്ലെങ്കിൽ നാം തള്ളപ്പെട്ടു പോകും. ഹല്ലേലൂയ, സ്തോത്രം. പുറത്തെ മനുഷ്യനിലെ പക, പിണക്കം, അസൂയ, ദ്വന്ദ്വപക്ഷം എന്നിവ കളഞ്ഞ് മനുഷ്യനെ തന്നേക്കാൾ ശ്രേഷ്ഠനെണ്ണി നാം ജീവിക്കണം. അതായിരിക്കണം ക്രിസ്തീയ ജീവിതം. അതാണ് നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് മറന്നു പോകരുത്. ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ താഴ്മ നമ്മളിൽ ഉണ്ടാകണം. ആമേൻ, സ്തോത്രം. എങ്കിൽ മാത്രമേ നമ്മിൽ കർത്താവ് പ്രസാദിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ എന്ന് നാം മറന്നു പോകരുതേ. ആമേൻ, സ്തോത്രം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ചു, അവൻ്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും പ്രമാണിക്കുന്നവരാകണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം ബാഹ്യമാകരുത്, അത് പ്രകടനമാവരുത്. യാഥാർത്ഥ്യം മാത്രം വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. അത് പത്യോപദേശമാണ്. ആ പത്യം തെറ്റിക്കരുത്, തെറ്റിക്കുവാൻ പാടില്ല. ആമേൻ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവിനോട് അവർ വ്യാജ്യം കാണിച്ചു. സാത്താൻ അവരുടെ ഹൃദയത്തെ കൈവശമാക്കി. കർത്താവിൻ്റെ ആത്മാവിനെ അവർ പരീക്ഷിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ചിലർ സ്വാർത്ഥതയിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചു എന്ന് അഭിനയിച്ചു. ആമേൻ, സ്തോത്രം. തങ്ങൾക്കുള്ളതിനെ വിട്ടുകളയുവാൻ അവർക്ക് ഒട്ടും താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ സകലതും ദാനം ചെയ്തവർ എന്ന പേർ തങ്ങൾക്ക് വരണമെന്നവർ ആശിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കോപം അവരുടെ മേലുണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ പത്യോപദേശം നാം തെറ്റിക്കരുത്. പത്യത്തോടെ കർത്താവിനെ സേവിക്കുന്നവരാകണം നമ്മൾ. വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുവാൻ നാം മടി കാണിക്കരുത്. ഹല്ലേലൂയ. അത് എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ സ്വഭാവത്തിലെ രൂപത്തിലെ എല്ലാം, നമ്മുടെ എല്ലാ കാര്യങ്ങളും വിട്ടുകളയേണ്ടതിനെ നമ്മൾ വിട്ടുകളഞ്ഞിരിക്കണം. ആമേൻ, സ്തോത്രം. എങ്കിൽ മാത്രമേ കർത്താവ് നമ്മളോട് പ്രസാദിക്കുകയുള്ളൂ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. വിട്ടുകളഞ്ഞു എന്ന് പുറമേ നടിക്കുന്നവരാകരുത്. ലോകമോഹങ്ങളിൽ വിരഞ്ഞോടി കർത്താവിൻ്റെ വരവിൽ നാം തള്ളപ്പെട്ടു പോകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വഭാവത്തിന് രൂപാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ. രൂപാന്തരത്തിൻ്റെ ഹൃദയം ആത്മീയ വളർച്ചയിലേക്ക് കുടികൊള്ളുന്നത്. ആത്മീയ വളർച്ച ഒരു ചെടിയോ മരമോ വളരുന്നത് പോലെയാണ് എന്ന് നാം എപ്പോഴും ഓർത്തിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ആത്മീയ ഫലങ്ങൾ നാം പുറപ്പെടുവിക്കുവാൻ തുടങ്ങും. ഫലം കായ്ച്ചു മറ്റുള്ളവർക്കത് പ്രയോജനമായി മാറും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. നമ്മൾ നടന്നു പോകുമ്പോൾ ഇത് ദൈവ പൈതലെന്ന് പറയാനിടയാകണം. ഹല്ലേലൂയ. നമ്മളോട് സംസാരിക്കുന്നവർ സമാധാനത്തിൽ ഹല്ലേലൂയ സമാധാനം കണ്ടെത്തണം. ആമേൻ. അതായിരിക്കണം നമ്മളുടെ ക്രിസ്തുവിൻ്റെ ഭാവം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, മറ്റുള്ളവർക്ക് നമ്മൾ ഒരു പ്രയോജനമായി മാറണം. ആമേൻ, സ്തോത്ര. അനുഗ്രഹമായി മാറണം. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ തലയോളം നമുക്ക് വളരണം. ആമേൻ. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം. ഹല്ലേലൂയ. ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവനെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. ആമേൻ. അത് ഓർത്തു. ഹല്ലേലൂയ. അത് ഓർക്കുക. ഹല്ലേലൂയ. തിരുവെഴുത്തിൻ പ്രകാരം ഹല്ലേലൂയ കൽപ്പനകളെ പ്രമാണിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ്. ആ ശാപം നമ്മളിൽ വീഴരുതേ. ദൈവശാപത്തിൽ വീഴാതെ പ്രവാസകാലം ഭയത്തോടെ കഴിയാൻ നമുക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഓരോ ചുവടും ഓരോ നിമിഷവും നമുക്ക് പാഴാക്കി കളയുവാനില്ല. പ്രിയമുള്ളവരെ, നമുക്ക് വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞ് ഹല്ലേലൂയ നമുക്ക് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് ഹല്ലേലൂയ കർത്താവിൻ്റെ ഹല്ലേലൂയ നിർമ്മലതയോടെ ഹല്ലേലൂയ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനിൽ പുതുക്കണമേ എന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മൾ ദിനംതോറും കഴുകൽ പ്രാപിച്ച് ഹല്ലേലൂയ നമുക്ക് കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ തലയോളം നമുക്ക് വളരാം. ഈ വചനത്താൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.